ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കെയർ ടേക്കറിന്റെ എക്സാം ഡേറ്റ് അങ്ങനെ വന്നിരിക്കുകയാണ്. അതായത് 16/9/2025 നടക്കേണ്ട എക്സാം പോസ്റ്റ്പോൺ ചെയ്ത് വെച്ച് ആ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ്. കാറ്റഗറി നമ്പർ ഒക്കെ ശ്രദ്ധിക്കുക. 24 മുതൽ 30 വരെയുള്ള കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക. 586/2024 മുതൽ 130/2025 വരെയുള്ള കാറ്റഗറി നമ്പർ നോക്കുക. ഫീമെയിലും ഉണ്ട്, മെയിലും ഉണ്ട്. കെയർ ടേക്കർ ഫീമെയിലിന്റെയും മെയിലിന്റെയും ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 21/1/2026 വെനസ്ഡേയിലാണ് എക്സാം നടക്കുന്നത്. അതായത് ജനുവരി മാസം 21-ാം തീയതിയാണ് എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് 7/1/2026 മുതൽ നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 1 2 3 4 5 പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ നോക്കുക. അതായത് ഫീമെയിൽ കെയർ ടേക്കറിന്റെ ഇത്തരത്തിന്റെയും കൺഫർമേഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്. നേരത്തെ കൺഫർമേഷൻ ഒക്കെ കൊടുത്ത് വെച്ചൊരു എക്സാം ആണ്. ഇത് ജസ്റ്റ് പോസ്റ്റ്പോൺ ചെയ്തത് കൊണ്ടാണ് ഈ എക്സാം ഈ ഡേറ്റ് നടക്കുന്നത്. അപ്പൊ മെയിലിന്റെ കാറ്റഗറി നമ്പർ നോക്കുക. അതായത് 129/2025 130/2025 ഈ രണ്ടെണ്ണത്തിന് നമുക്ക് കാറ്റഗറി നമ്പർ കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ള സമയം എന്ന് വെച്ചാൽ 23/10/2025 മുതൽ 11/11/2025 വരെ നമുക്ക് ഇതിന്റെ എന്ത് കൊടുക്കാനായിട്ട് പറ്റും, കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റും. മെയിൽസിന് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഫീമെയിൽസിന്റെ കൺഫർമേഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്. ഈ എക്സാം പോസ്റ്റ്പോൺ ചെയ്താണ്. അപ്പൊ അപ്ലൈ ചെയ്തവർക്കൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ ഫീമെയിലിന്റെയും മെയിലിന്റെയും ഓരോ പോസ്റ്റിനും അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2322, 121, 195 ഓരോ റെസ്പെക്റ്റഡ് ആ കാറ്റഗറി നമ്പറിലും അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സിലബസ് കമന്റ് കൊടുത്തേക്കാം. സോ കെയർ ടേക്കർ പോസ്റ്റിന് അപ്ലൈ ചെയ്ത എല്ലാ കാൻഡിഡേറ്റ്സും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.